കൈക്കൂലിക്കാരായ പോലീസുകാരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പണമില്ലാത്തവൻ പണി വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് കൈക്കൂലി എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പോലീസ് കേസുകളിൽ നിന്നും ഊരാനും അപരനെ പ്രതിയാക്കാനുമൊക്കെയുള്ള ചെറിയൊരു പൊടിക്കൈ. കുറച്ചുനാൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ കൈക്കൂലിക്കാരായ പോലീസുകാരുണ്ട് എന്നതിനെ പറ്റി പ്രതിപാദിച്ചിരുന്നു. അന്ന് അതിനെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുകയോ സത്യസന്ധമായൊരു റിപ്പോർട്ട് SP-ക്ക് കൈമാറുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും പത്തനംതിട്ട SP-യുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ളതാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വോയിസ് ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ്റെതാണ്. നമുക്ക് ആ വോയിസിലേക്ക് പോയി വരാം. ഇതിനകത്തുള്ള പാവത്തുങ്ങളെ മൊത്തം പിഴിയുന്ന എന്റെ സ്റ്റേഷനിലെ എന്റെ സഹപ്രവർത്തകനാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പൊ ആ സഹപ്രവർത്തകന്റെ പല പ്രവൃത്തികൾക്കും കൂട്ടുനിർത്താത്തതിന്റെ നീരസം എന്നോട് ആ സഹപ്രവർത്തകനുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ഈ നയിക്കുന്ന വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ അത് ഈ കാര്യങ്ങളോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ചെവിയിലെത്തും. എനിക്കത് പ്രശ്നമൊന്നുമില്ല, അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ് പോയതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം അവിടെ വരുന്ന പരാതികൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ CSR ഏൽപ്പിക്കാത്തതിന്റെ സകല ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ട്, എന്നോടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തെ ഏൽപ്പിക്കാത്ത കാര്യം എന്താണെന്ന് അവിടെയുള്ള മറ്റു കോളേജ് പോലീസുകാർക്ക് അറിയാം. എന്നെ മറ്റുള്ളവർ വിലയിരുത്തുന്നതല്ല ഞാൻ. സ്പെഷ്യൽ ബ്രാഞ്ചിനോടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് രഹസ്യം പുറത്താക്കിയെന്ന് പറഞ്ഞ് ഈ പോലീസുകാരനിട്ട് പണി വാങ്ങിക്കൊടുക്കാതെ പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ കൈയിടുന്ന ആ പോലീസുകാരന്റെ കൈയുടെ മണ നോക്കി അടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അടിയെന്ന് ഉദ്ദേശിച്ചത് വടിയെടുത്തടിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് മേലിൽ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കൈയിടാതിരിക്കാൻ തക്ക നടപടി സ്വീകരിക്കുക എന്നതാണ്.